അമേരിക്കയിൽ തൊഴിൽ വിസകളിലും ഗ്രീൻ കാർഡ് കാത്തിരിപ്പ് പട്ടികയിലും തുടരുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന ചില പ്രധാന നിർദ്ദേശങ്ങളും പ്രോസസ്സിംഗ് ഗൈഡ് ലൈനുകളുമാണ് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അഥവാ USCIS പുറത്തുവിട്ടിരിക്കുന്നത്. വർഷങ്ങളായി തുടരുന്ന ഗ്രീൻ കാർഡ് ബാക്ക്ലോഗുകൾ സൃഷ്ടിക്കുന്ന അനിശ്ചിതത്വങ്ങൾക്ക് പരിഹാരം കാണാനും അപേക്ഷാ നടപടികൾ കൂടുതൽ ലളിതവും വേഗത്തിലാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ പുതിയ മാറ്റങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത്. അമേരിക്കൻ ഇമിഗ്രേഷൻ സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ വിസ കാത്തിരിപ്പ് കാലയളവ് അനുഭവിക്കുന്നത് ഇന്ത്യൻ IT ജീവനക്കാരും പ്രൊഫഷണലുകളുമാണ്. H1B, L1 തുടങ്ങിയ നോൺ ഇമിഗ്രന്റ് വിസകളിൽ അമേരിക്കയിലെത്തി വർഷങ്ങളായി ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് കുടുംബക്കാർക്ക് ഈ പ്രഖ്യാപനം വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. പ്രത്യേകിച്ചും എംപ്ലോയ്മെന്റ് ബേസ്ഡ് കാറ്റഗറികളായ EB2, EB3 എന്നിവയിൽ അപേക്ഷിച്ചവർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയായ ദീർഘകാല കാത്തിരിപ്പ് കാലയളവിൽ ഇളവുകൾ നൽകാൻ പുതിയ മാർഗരേഖകൾ ലക്ഷ്യമിടുന്നു. പുതിയ ഉത്തരവ് പ്രകാരം പ്രധാനമായും 3 ഘട്ടങ്ങളിലാണ് USCIS കാര്യക്ഷമമായ ഭേദഗതികൾ വരുത്തിയിരിക്കുന്നത്. ഒന്നാമതായി അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് അഥവാ ഫോം I-485 അപേക്ഷകളുടെ പെൻഡിംഗ് കേസുകൾ തീർപ്പാക്കുന്നതിലെ വേഗത വർദ്ധിപ്പിച്ചു. അപേക്ഷകളിലെ രേഖകൾ പരിശോധിക്കുന്നതിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന അനാവശ്യ തടസ്സങ്ങളും കാലതാമസങ്ങളും ഒഴിവാക്കാനും ഡിജിറ്റൽ സർട്ടിഫിക്കേഷനും വേരിഫിക്കേഷനും കൂടുതൽ പ്രയോജനപ്പെടുത്താനും പുതിയ ഗൈഡ് ലൈനുകൾ നിർദ്ദേശിക്കുന്നു. രണ്ടാമതായി ഗ്രീൻ കാർഡ് പ്രോസസ്സിംഗിൽ തുടരുന്ന പ്രവാസികളുടെ വർക്ക് പെർമിറ്റ്, അഡ്വാൻസ്ഡ് പരോൾ എന്നിവയുടെ പുതുക്കൽ നിയമങ്ങളിൽ സുപ്രധാന ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. അപേക്ഷാ നടപടികൾ വൈകുന്നതിലൂടെ നിലവിൽ ജോലി നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ അടിയന്തര ഘട്ടങ്ങളിൽ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നതിന് തടസ്സം നേരിടാനോ ഉള്ള സാഹചര്യം ഇതോടെ ഒഴിവായി കിട്ടും. ഇത് H1B വിസക്കാരുടെ കുടുംബങ്ങൾക്കും H4 EAD കൈവശമുള്ളവർക്കും വലിയ രീതിയിലുള്ള തൊഴിൽ സുരക്ഷ ഉറപ്പു നൽകുന്നു. മൂന്നാമതായി പ്രവാസി കുടുംബങ്ങളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തിയിരുന്ന കുട്ടികളുടെ ഏജ് ഔട്ട് പ്രതിസന്ധിയിൽ കൂടുതൽ വ്യക്തത നൽകിയിട്ടുണ്ട്. ചൈൽഡ് സ്റ്റേറ്റസ് പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ CSPA നിയമങ്ങളുടെ ആനുകൂല്യവും അപേക്ഷകരുടെ മക്കൾക്ക് കൂടുതൽ വ്യക്തമായി ലഭിക്കാൻ പുതിയ നിയമം സഹായിക്കും. മാതാപിതാക്കളുടെ ഗ്രീൻ കാർഡ് അപേക്ഷ വർഷങ്ങളോളം വൈകുമ്പോൾ കുട്ടികൾക്ക് 21 വയസ്സ് തികയുകയും തുടർന്ന് അവർക്ക് ഡിപ്പെൻഡന്റ് വിസയിൽ നിന്ന് പുറത്തായി ഗ്രീൻ കാർഡ് അയോഗ്യരാകുകയും ചെയ്യുന്ന സാഹചര്യം ഒരു പരിധിവരെ തടയാൻ ഈ പുതിയ നിയമം സഹായിക്കുന്നു. അമേരിക്കൻ ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്ന അപേക്ഷകരും അവരുടെ കുടുംബങ്ങളും നിലവിലെ സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രായോഗിക കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ പ്രയോറിറ്റി ഡേറ്റ് വിസ ബുള്ളറ്റിനുമായി നിരന്തരം താരതമ്യം ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. പ്രയോറിറ്റി ഡേറ്റ് കറന്റ് ആകാൻ സാധ്യതയുള്ള മാസങ്ങളിൽ ആവശ്യമായ രേഖകൾ, റീറ്റെയിനർ കരാറുകൾ, മുൻകൂട്ടി എടുത്ത മെഡിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ടുകൾ, മുൻവർഷങ്ങളിലെ ടാക്സ് റിട്ടേൺ രേഖകൾ എന്നിവ പൂർണ്ണമായി ശേഖരിച്ച് കൈവശം വെക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നിലവിലെ H1B അല്ലെങ്കിൽ L1 ലീഗൽ സ്റ്റേറ്റസ് ഗ്രീൻ കാർഡ് പൂർണ്ണമായും കൈപ്പറ്റുന്നതുവരെ കൃത്യമായി പരിപാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. സ്റ്റേറ്റസ് ലംഘനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിരന്തരം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇമിഗ്രേഷൻ നയങ്ങളിൽ വരുന്ന ഇത്തരം മാറ്റങ്ങൾ നിങ്ങളുടെ കേസിനെ എങ്ങനെ ബാധിക്കുമെന്നറിയാൻ അംഗീകൃത ഇമിഗ്രേഷൻ അറ്റോർണിയുമായി ആലോചിച്ച് നടപടികൾ സ്വീകരിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം. IRS ടാക്സ് മാനദണ്ഡങ്ങളും വിദേശ സ്വത്ത് വിവരങ്ങളും കൃത്യമായി വെളിപ്പെടുത്തുന്നത് ഗ്രീൻ കാർഡ് പൗരത്വ ഘട്ടങ്ങളിൽ തടസ്സങ്ങളില്ലാതെ മുന്നേറാൻ സഹായിക്കും. നിയമപരമായ കടമ്പകളും കാത്തിരിപ്പുകളും തുടരുമ്പോഴും ഇന്ത്യക്കാരായ കുടിയേറ്റക്കാർക്ക് ആശ്വാസം പകരുന്ന ഒരു പുതിയ ചുവടുവെപ്പാണ് USCIS സ്വീകരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഗ്രീൻ കാർഡ് പ്രോസസ്സിംഗിനെ കുറിച്ചോ പുതിയ ഇമിഗ്രേഷൻ നിബന്ധനകളെ കുറിച്ചോ ഉള്ള സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രവാസി ഇമിഗ്രേഷൻ, വെൽത്ത്, ലീഗൽ വാർത്തകൾക്കായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.